സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ രണ്ടാമത്തെ ഹോട്ട് വീൽസ് അൺബോക്സിംഗ് ആണ്. സോ നമ്മൾ ഓൾറെഡി ഒരു ഹോട്ട് വീൽസ് അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ബാക്കിന്റെ 3 മോഡൽസ് ഇരിപ്പുണ്ട്. ഒരു പോർഷെ, പിന്നെ ഒരു ഡെലോറിയനും, പിന്നെ ഒരു റാപ്റ്റർ. അപ്പോൾ അതിന്റെ കമന്റ്സിൽ വന്നായിരുന്നു അടുത്ത റാപ്റ്റർ അൺബോക്സ് ചെയ്യാമെന്ന് ചോദിച്ച്. സോ ടുഡേസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് അൺബോക്സിംഗ് 2019 ഫോർഡ് റേഞ്ചർ റാപ്റ്റർ. സോ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് ഹോട്ട് വീൽസ് ഹോട്ട് ട്രക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ് ഔട്ട് ഓഫ് 10 ഇത് സെക്കൻഡ് വണ്ടിയാണ്. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഔട്ട് ഓഫ് ഓൾ 250 മോഡൽസ് ഇത് 43rd വണ്ടിയാണ്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ പടവും കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിലിംഗ് ഒന്നും വണ്ടിയുടെ കവറിൽ വരുന്നില്ല. സോ നമുക്ക് അധികം ടൈം കളയാതെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ മോളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താണ് എടുക്കുന്നത്, അല്ലാതെ ചിലർ ചെയ്യുന്ന പോലെ ഞാൻ അങ്ങനെ പറിച്ചെടുക്കാറില്ലെന്ന്. സോ നമുക്ക് പെട്ടെന്ന് മോളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. സോ നമ്മുടെ റാപ്റ്റർ നമ്മൾ അൺബോക്സ് ചെയ്തു. ആൻഡ് ഒരു ഫസ്റ്റ് ലുക്ക് എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ ടെയിൽ ലാമ്പിലും ഫ്രണ്ടിലൊന്നും അങ്ങനെ വലിയ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. വണ്ടിയുടെ അതേ ബ്ലാക്ക് പെയിൻറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല. പിന്നെ ഇവിടെ എന്തൊരു പാട് കാണുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു സൈലൻസറിനുള്ള ഡിസൈനിന് വേണ്ടി ചെയ്തേക്കുന്നതായിരിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പെയിൻറ്റ് ജോബൊക്കെ ഓക്കെയാണ്. ഭയങ്കര വലിയ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ലുണ്ട്. അവിടെ ഫോർഡിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിലിംഗ് ഒന്നും കണ്ടില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ ബ്രാൻഡിങ് ഉണ്ട്, HKS എന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ ഒരു ഫോർഡ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് വീൽസിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ ഉണ്ട്, ഇപ്പുറ സൈഡിലുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ അത്യാവശ്യം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ അകത്തേക്ക് നോക്കുമ്പം ഇവിടെ അത്യാവശ്യം കുറച്ച് സ്ക്രാച്ചൊക്കെ കാണുന്നുണ്ട്. അതുപോലെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ ആയിരിക്കും. പിന്നെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെയും ബാക്കിലെയും സീറ്റ്സ് ഒക്കെ കാണാം. പിന്നെ ഒരു സ്റ്റിയറിംഗ് കമ്പാർട്ട്മെൻറ്റ് കാണാം. ഇവിടെയൊക്കെ നല്ല സ്ക്രാച്ച് ഉണ്ട്. പിന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, അധികം കോംപ്ലക്സ് ആയിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ഡീറ്റെയിലിംഗേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ പേര്, മോഡൽ നമ്പർ, മെയ്ഡ്, ഹോട്ട് വീൽസിൻ്റെ ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ വീല് നോക്കുകയാണെങ്കിൽ സാധാരണ വീല് പോലില്ല, ചെറിയൊരു ഗ്രിപ്പിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. ആൻഡ് സൈസൊക്കെ ഏകദേശം സെയിം പോലെ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ റിം ആണെങ്കിലും ചെറിയൊരു ഡാർക്ക് ബ്ലൂ ഷൈനി പെയിൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡീറ്റെയിലിംഗ് ഭയങ്കര ഷോക്കാണ് വണ്ടിയുടെ. ആൻഡ് പെയിൻറ്റ് ജോബും എനിക്ക് വലിയ ഗുണമായിട്ട് തോന്നിയില്ല. പിന്നെ കുറച്ച് സ്ക്രാച്ചസ് കണ്ടു. പിന്നെ 2 മിറർ വരുന്നുണ്ട്. ആക്ച്വലി ചില വണ്ടിക്കൊന്നും മിറർ വെക്കാറില്ല അവർ. അല്ലാതെ വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ചെറിയ 2 ഫോഗ് ലാമ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു B-roll കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് നമ്മുടെ ഫോർഡ് റാപ്റ്റർ. ആക്ച്വലി ഇതിന് കുറേ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു എക്സ്പെക്ടേഷൻ അത്ര വന്നില്ല. പിന്നെ പെയിൻറ്റ് ജോബ് ആണെങ്കിലും ഡീറ്റെയിലിംഗ് ആണെങ്കിലും ഭയങ്കര ഷോക്കാണ്. ആൻഡ് നിങ്ങൾക്ക് തന്നെ കാണാം, ഇതിൻ്റെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് ആണെങ്കിലും ടെയിൽ ലാമ്പ് ആണെങ്കിലും ഒന്നിനും ഒരു ഡീറ്റെയിലിംഗ് ഇല്ല. അതൊക്കെ ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്യാം. ആൻഡ് എൻ്റെ ഇപ്പം ഒരു പോർഷയും ഡെലോറിയൻ ആൽഫ 5 ബാക്കിയുള്ളത്. സോ ഏത് അൺബോക്സ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. സോ നമുക്ക് കളക്ഷനിൽ ആഡ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. സോ ഞാൻ എൻ്റെ കളക്ഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത നമ്മുടെ ക്യാമറ. ഇത് അടിപൊളിയായിട്ട് ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിലാണല്ലോ. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സോ ഞാൻ റാപ്റ്ററിന് ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് നമ്മുടെ കളക്ഷനിലെ 2ാമത്തെ ട്രക്കാണ്. ഫസ്റ്റ് ട്രക്ക് ഈ ഡോഡ്ജാണ്. ഇതൊരു ഫാൻസിയാണ്. സ്റ്റിൽ അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രക്ക്. സോ ഇതിന് നോക്കുകയാണെങ്കിൽ ഇതിന് ഇച്ചിരി ഹൈറ്റ് ഒക്കെ കൂടുതലാണ് കേട്ടോ. ഒറിജിനലി ഉള്ള ട്രക്സിനെ പോലെ തന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. എന്തായാലും ഇപ്പം കാണാൻ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കര ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ ചെറിയൊരു ഗ്രൂട്ടിനെ മേടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.